24 ബിഗ് ബ്രേക്കിംഗ്. ചേർത്തലയിലെ തിരോധാന കേസുകളിൽ നിർണായകമായി വെളിപ്പെടുത്തലുണ്ടായെന്ന് കടക്കരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭനെ സെബാസ്റ്റ്യനും സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയെന്ന് അയൽവാസിയായ വീട്ടമ്മ 24നോട് പറഞ്ഞു. സെബാസ്റ്റ്യനും സുഹൃത്തും സെബാസ്റ്റ്യനും അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഫ്രാങ്കിളിനും ചേർന്ന് ബിന്ദുവിനെ പള്ളിപ്പുറത്തെ വീട്ടിലെ ശുചിമുറിയിൽ കൊന്നുതള്ളിയെന്നാണ് ഇപ്പോൾ വരുന്ന വെളിപ്പെടുത്തൽ. ബിന്ദു പത്മനാഭൻ കേസിൽ ഇതുവരെ പുറത്തുവരാത്ത വെളിപ്പെടുത്തലാണ് വീട്ടമ്മയുടേത്. ബിന്ദുവിനെ കൊലപ്പെടുത്തിയെന്നും സെബാസ്റ്റ്യനൊപ്പം ഫ്രാങ്ക്ലിൻ എന്ന സുഹൃത്തുണ്ടായിരുന്നെന്നും കടക്കരപ്പള്ളി സ്വദേശിനിയായ വീട്ടമ്മ പറയുന്നു. ബിന്ദു പത്മനാഭനെ കൊന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കും. എന്താണെന്ന് വെച്ചാൽ അതിന് വ്യക്തമായിട്ടുള്ള രേഖകൾ എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഓഡിയോ ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട്. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് കിട്ടിയതാണ്. ആ ക്ലിപ്പ് ഞാൻ ക്രൈംബ്രാഞ്ചിന് കൈമാറി കഴിഞ്ഞു. കിട്ടിയ സമയത്ത് തന്നെ ഞാൻ ഉടനെ കൊടുത്തു കഴിഞ്ഞതാണ്. സംസാരത്തിനിടയിൽ ഫ്രാങ്ക്ലിനിൽ നിന്ന് തന്നെയാണ് ഇക്കാര്യം പുറത്തു വന്നത്. സ്ഥിരീകരണത്തിനായി ഫ്രാങ്ക്ലിന്റെ സുഹൃത്തും ഇടനിലക്കാരനുമായ സോഡാ പൊന്നപ്പനുമായും കാര്യം സംസാരിച്ചു. ഇതേ കാര്യം ഇയാളും ആവർത്തിച്ചതോടെ ഫോൺ സംഭാഷണം അടക്കം ക്രൈംബ്രാഞ്ചിന് കൈമാറി. അവള് ഭയങ്കര മോശക്കാരിയാണ്, ആവാസക്കാരിയാണ്, കൊള്ളിയില്ലാത്തവളായിരുന്നു. അത് നല്ല ഡീസന്റ് പെണ്ണായിരുന്നു. അവൻ ഈ കാശ് വിറ്റാണ് സെബാസ്റ്റ്യന് അവിടെ സ്ഥലം മരിച്ചത്. ആ സ്ഥലം വരെ ഇവൻ വിറ്റി ഇവർക്ക് മയക്കുമരുന്ന് കൊടുത്തു അവര് ഒരു ആട്ടോക്കാരനെ കളിച്ചു. ആട്ടോക്കാരൻ കെട്ടിത്തൂങ്ങി. ആട്ടോക്കാരനെ പിടിക്കുന്നത് ഇതൊക്കെ എനിക്ക് കംപ്ലീറ്റ് അറിയാം. ആദ്യ അന്വേഷണ സംഘം കേസിൽ കാര്യമായ അന്വേഷണം നടത്തിയില്ല. ജാനമ്മ കേസിന്റെ പിന്നാലെ അന്വേഷണം വീണ്ടും ആരംഭിച്ചതോടെ ഫോൺ സംഭാഷണം അടക്കം പുതിയ അന്വേഷണ സംഘത്തിന് കൈമാറി. ആരോപണ വിധേയനായ ഫ്രാങ്ക്ലിന്റെയും സുഹൃത്ത് സോഡാ പൊന്നപ്പന്റെയും മൊഴി ക്രൈംബ്രാഞ്ച് സംഘം രേഖപ്പെടുത്തി.